ഹലോ, എൻ്റെ പേര് ദയാശങ്കർ. ഞാൻ ഈ ഡെൽറ്റ പവർ പ്ലത്തൂർ ചാർജിങ് സ്റ്റേഷൻ്റെ ഓണറാണ്. എൻ്റെ പേര് സുജിത എന്നാണ്. ഡെൽറ്റ പവർ സ്റ്റേഷൻ്റെ ഓണറിൻ്റെ വൈഫാണ്. കേരള സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിലാണ് ഞാൻ ചാർജ് മോഡിൻ്റെ സെയിൽസ് മാനേജർ എന്ന ഷാഹിദ് എന്ന പരിചയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മാനേജറാണ് നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് ഫുള്ള് പറഞ്ഞു തന്നത്. എൻ്റെ ഹസ്ബൻഡ് ടാക്സി ഡ്രൈവറാണ്. ചേട്ടാ ഒരു ഇലക്ട്രിക് കാറാണ് ഓടിക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ ചാർജിങ് ചെയ്യണമെന്ന്, അപ്പോൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചേട്ടൻ ഫേസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ വെക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു ഇത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ചാർജ് മോഡിൻ്റെ ഹെൽപ്പ് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മളെ ചാർജിങ് സ്റ്റേഷൻ ഇത്തിരി ഉള്ളിലായോണ്ട് എനിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വണ്ടികൾ വരുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചപ്പം എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്ത്. നമ്മളിവിടെ ടാക്സി ഓടുന്ന ഇഷ്ടംപോലെ ഡ്രൈവേഴ്സ് ഉണ്ട്. എല്ലാവരെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് തുടക്കം ഇട്ടത്. നമ്മളെ ലൊക്കേഷൻ വന്നിട്ട് ഫേസ് 3 അടുത്ത് മുക്കോലിക്ക ജംഗ്ഷൻ സിഗ്നലിന്റെ അടുത്ത് നിന്ന് സർവീസ് റോഡിൽ നിന്ന് രണ്ടാമത്തെ റൈറ്റ് തിരിയുമ്പോഴാണ് നമ്മളെ ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. നമ്മളെ ഈ ചാർജിങ് സ്റ്റേഷൻ വെക്കാൻ നമുക്ക് മെയിൻ KSEB എന്നുള്ള സപ്പോർട്ട് അത് വന്നിട്ട് ഷ്യാമാണ് നമുക്ക് എല്ലാം ചെയ്തു തന്നെ. ഷ്യാമും പ്രജിത്താണ് KSEB എന്ന ഭാഗത്തു നിന്നുള്ള എല്ലാം പേപ്പർ വർക്കും എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതേ കണക്ക് നമുക്ക് ചാർജറിന്റെ ഇൻസ്റ്റാലേഷൻ ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് തന്നിട്ടുള്ള വൈശാഖാണ്. നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരു മാസത്തിനുള്ളിലാണ് ചെയ്തു തന്നത്. ചാർജിങ് സ്റ്റേഷനിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും 24/7 നമുക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് ആൻസ്റ്റീൻ ആണ്. നമ്മളെ ചാർജിങ് സ്റ്റേഷനിൽ ഒരേ സമയത്ത് 4 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പം ഇരിക്കുന്ന 60 kW ഒരേ സമയത്ത് 2 വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഞാനൊരു Type 2 ചാർജറും കൂടെ വെച്ചിട്ടുണ്ട്. സ്ലോ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടികൾ അവിടെ വന്ന് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞാണ്. നമ്മളെ എല്ലാം ടാക്സി ഡ്രൈവേഴ്സ് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. മെയിനായിട്ടും കുറച്ച് അകത്തോട്ടാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത്. അപ്പോഴ് കസ്റ്റമേഴ്സ് ഒക്കെ വരുമോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പം അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹാപ്പിയാണ് അതില്. ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ഞാൻ പ്രതീക്ഷിച്ചേം കാട്ടി എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.